വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് ഏർപ്പെടുത്തുന്നതിൽ സർക്കാരിനെതിരെ സംസാരിച്ച വി.എം. സുധീരന് പരോക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് ബി.ആർ.എം. ഷഫീർ. എല്ലാ യു.ഡി.എഫ് സർക്കാരുകളെയും തകർത്തത് കോൺഗ്രസുകാർ തന്നെയാണെന്നും ചിലർക്ക് സർക്കാരിന്റെ പുക കണ്ടേ അടങ്ങൂ എന്ന നിലപാടാണെന്നും ഷഫീർ വിമർശിച്ചു. പറയേണ്ടത് പാർട്ടിക്കകത്താണ് പറയേണ്ടത് എന്നും ഷഫീർ ഫേസ്ബുക്കിൽ കുറിച്ചു. ബിനിൽ ലീല സാബു വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, ഈ മദ്യനയത്തിൽ ഏറ്റവും ആദ്യം വലിയ വിമർശനവുമായി എത്തിയത് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി.എം. സുധീരൻ തന്നെയായിരുന്നു. വി.എം. സുധീരനെ ലക്ഷ്യമിട്ടാണോ ഇത്തരത്തിൽ ബി.ആർ.എം. ഷഫീർ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്? സ്വാതി, വി.എം. സുധീരനെ ഉൾപ്പെടെ ലക്ഷ്യം വെച്ചാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയേണ്ടി വരും. ഏറ്റവും കൂടുതൽ പരസ്യമായി ഈ സർക്കാരിനെ എതിരെ രംഗത്ത് ഇപ്പോൾ അല്ലെങ്കിൽ നിലപാടിനെതിരെ രംഗത്ത് വന്നത് വി.എം. സുധീരനാണ്. അത് രണ്ട് വിഷയങ്ങളിലാണ്. ഒന്ന്, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവാണ്. നേരത്തെ നമുക്കറിയാം, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അന്ന് KPCC പ്രസിഡന്റായിരുന്ന വി.എം. സുധീരൻ ഈ ബാറുകൾ നിരോധിക്കുന്ന ഉൾപ്പെടെ അന്ന് സജീവമായി മദ്യത്തിനെതിരെ അതിന്റെ വ്യാപനത്തിനെതിരെ രംഗത്ത് വന്നത് വി.എം. സുധീരനാണ്. ഇത്തവണ ബജറ്റിൽ ഈ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ അത് നടപ്പാക്കരുത്, അത് UDF നയത്തിന് എതിരാണ്, സർക്കാർ പിന്നോട്ട് പോകണം എന്ന ഒരു കാര്യമാണ് പരസ്യമായി വി.എം. സുധീരൻ പറഞ്ഞത്. മുഖ്യമന്ത്രിക്ക് കത്ത് അയക്കുകയും ചെയ്തു. അതോടൊപ്പം തീരപ്രദേശത്തെ ഈ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ അദ്ദേഹം വലിയ വിമർശനം ഉന്നയിക്കുന്നതാണ്. ഇത്തവണ ബജറ്റിൽ വന്നപ്പോഴും ആ വിമർശനം പരസ്യമായി ഉന്നയിച്ചു. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് പ്രത്യേകിച്ച് PM നിയാസ്, അതായത് ശേഷാദ്രിനാഥിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ, അതിനെതിരെ PM നിയാസ് അടക്കമുള്ള ആളുകൾ പരസ്യമായ രംഗത്തേക്ക് വരികയും ചെയ്തു. ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം പാർട്ടിക്ക് അകത്താണ് വേണ്ടത്, തിരുത്തൽ വേണം, പക്ഷേ ആ തിരുത്തൽ വേണ്ടത് പാർട്ടിക്ക് ഉള്ളിൽ പറഞ്ഞാണ് വേണ്ടതെന്നാണ് ഒരു വിമർശനമായി ഉന്നയിക്കുന്നത്. വിശേഷ നേരത്തെ ഈ എല്ലാ കാലത്തും UDF സർക്കാരുകളെ പരാജയപ്പെടുത്തി അല്ലെങ്കിൽ തകർത്തത് കോൺഗ്രസുകാർ തന്നെയാണെന്ന് ചരിത്രത്തെ അടയാളപ്പെടുത്തിയാണ് അദ്ദേഹം പറയുന്നത്. 91-ലെ കർണാടക സർക്കാരിനെ മറിച്ചിട്ടത് അല്ലെങ്കിൽ അന്നത്തെ രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് അന്നത്തെ ഗ്രൂപ്പുകളുടെ ഭാഗമാണ്. ആന്റണി സർക്കാരിന്റെ കാലത്തും അതുണ്ടായി. ഉമ്മൻചാണ്ടി സർക്കാർ 2011-ൽ മികച്ച ഭരണം കാഴ്ചവെച്ചിട്ടും പരാജയപ്പെടേണ്ടി വന്നു. അതൊക്കെ കോൺഗ്രസുകാർ തന്നെയാണ് അങ്ങനെ പരാജയപ്പെടുത്തിയത്. അതുകൊണ്ട് ഇത്തവണ ഒന്നും ലഭിക്കാതെ പോയ കുറച്ച് ചെറുപ്പക്കാരുടെ ചോര കൂടി ഈ ഭരണത്തിന് ഉണ്ട്. അതായത് തെരുവിൽ തല്ലുകൊണ്ടുകൂടിയാണ് ഈ ഭരണം പിടിച്ചത്. അത് നശിപ്പിക്കരുത്, കാല് വാരരുതെന്ന് അപേക്ഷയാണ് അദ്ദേഹം, അല്ലെങ്കിൽ ആ ഒരു വിമർശനമാണ് ഫേസ്ബുക്കിലൂടെ ബി.ആർ.എം. ഷഫീർ ഉന്നയിക്കുന്നത്. ശരി ബിനിൽ.